അസ്സലാമു റഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തൻ്റെ അടുക്കൽ വരുന്ന ആളുകൾ അതാരാണെങ്കിൽ പോലും അവർക്ക് അർഹതയുണ്ടെങ്കിൽ അവർക്കെല്ലാം ഉദാരമായിട്ട് തനിക്ക് കിട്ടിയ ധനം അദ്ദേഹം നബി തിരുമേനി ദാനം ചെയ്യാറുണ്ട്. ഉദാരതയുള്ളൊരു മനസ്സിൻ്റെ ഉടമയാണ്. അത് അദ്ദേഹത്തിൻ്റെ ബാല്യം മുതൽക്ക് അങ്ങനെ തന്നെയാണ്. സങ്കടപ്പെടുന്നവരെ കണ്ട് തിരിച്ചറിയാനും അവരുടെ സങ്കടങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കാൻ വേണ്ടി എന്തു ചെയ്യണം അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ചരിത്രം നമുക്കറിയാം. പക്ഷെ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ദാനം ചെയ്യുകയാണെങ്കിൽ അത് യുദ്ധത്തിൽ കിട്ടിയ മുതലുകളാണ്. അല്ലെങ്കിൽ ദാനം ചെയ്യുകയാണെങ്കിൽ യുദ്ധം ചെയ്തവരുടെ സ്ഥിതി എന്തായിരിക്കും? യുദ്ധം അവർക്ക് മുറിവുകൾ ഏറ്റിട്ടുണ്ട്, ശരീരത്തിലെ താടനങ്ങൾ വേണ്ടത്ര ഏറ്റിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവർക്കും ഇവരിങ്ങനെ നബി തിരുമേനി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള യുദ്ധമുതലുകൾ കൊടുത്തു കഴിഞ്ഞാൽ തങ്ങൾക്ക് പിന്നെന്താ കിട്ടുക? അതിനെക്കുറിച്ച് അവർക്ക് വലിയ രീതിയിൽ വേവലാതി ഉണ്ടായി നബി തിരുമേനിയുടെ അനുയായികൾക്കിടയിൽ. ആയതുകൊണ്ട് തന്നെ വേഗം വേഗം തങ്ങളുടെ ഓഹരി ഏറ്റെടുക്കാൻ അവരെല്ലാവരും വലുതായിട്ട് അതിനുള്ളൊരു ത്വര കാണിച്ചു വാസ്തവത്തിൽ അവർ. മാത്രമല്ല ഈ കാര്യത്തെക്കുറിച്ച് എന്താ ഈ തിരുമേനി ഇങ്ങനെ കാണിക്കുന്നത്? നമ്മളാണ് കഷ്ടപ്പെടുന്നത്, നമ്മളാണ് വെട്ടുകൊള്ളുന്നത്, നമ്മുടെ ശരീരമാണ് മുറിയുന്നത്. എന്നിട്ട് പോലും നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുന്ന് കിട്ടുന്ന യുദ്ധമുതലുകൾ ഇങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് മാത്രം പങ്കുവയ്ക്കാതെ ഇങ്ങനെ വരുന്നവർക്ക് ഇങ്ങനെ ദാനം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? ഇതിനെക്കുറിച്ച് അവർ അടക്കി പിടിച്ച് സംസാരിക്കാൻ തന്നെ തുടങ്ങി. കാണുന്ന സമയത്ത് അവരെല്ലാവരും ഓരോരുത്തരും തങ്ങളുടെ വിഷമം അവരന്യോന്യം പിറുപിറുക്കാൻ തുടങ്ങി. ഇവർ ഈ അടക്കി പിടിച്ച സംസാരം അത് പതുക്കെ 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 നബി തിരുമേനിയുടെ ചെവിട്ടിലും എത്തി. ഈ ഒരു സംസാരം അവിടെ ഉണ്ടെന്ന് നബി തിരുമേനിക്ക് മനസ്സിലായി. അവരിൽ വേവലാതിൻ്റെ അസ്വാരസ്യമുണ്ട്, യുദ്ധമുതലുകൾ എല്ലാവർക്കും കൊടുക്കുന്നതിന് വിഷമമുണ്ട്. ഏതായാലും തിരുമേനി ഒരു ഒട്ടകത്തിൻ്റെ സമീപം നിന്നിട്ട് അതിൻ്റെ പൂഞ്ഞയിൽ നിന്ന് ഒരുപിടി രോമങ്ങൾ പറിച്ചെടുത്തു. എന്നിട്ട് അദ്ദേഹം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ, ഈ വേവലാതിയുള്ളവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, ജനങ്ങളെ, നിങ്ങളുടെ യുദ്ധമുതലുകളിലോ ഈ കാണുന്ന രോമങ്ങളിലോ അള്ളാഹുവാണ് എനിക്ക് 5 ഒരു ഓഹരി അല്ലാതെ മറ്റൊന്നുമില്ല, ഞാനൊന്നും എടുത്തിട്ടില്ല. ഈ 5 ഓഹരി പോലും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അത് സംബന്ധിയായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അതിന് മാറ്റിവെച്ചിരിക്കുകയാണ്. സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ല ഇത് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്കറിയുകയും ചെയ്യാം, നിങ്ങൾ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്, അതിൽ നിങ്ങൾക്ക് സംശയവുമില്ല. ഈ 5 ഇവിടെ ഉണ്ടായിട്ടുള്ള ആ 5 ഞാൻ എടുത്തിട്ടുള്ള ആ 5 സ്വത്തും ഇതാ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. എനിക്ക് വേണ്ട, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. തുടർന്ന് ആളുകളുടെ അവരുടെ അർഹതയ്ക്കനുസരിച്ച് അത് കൃത്യമായിട്ട് വീതിക്കാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് കിട്ടിയ ആ 5 സ്വത്ത് ആരെങ്കിലും നീതിരഹിതമായിട്ട് ഒരു നാരികളെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ സംശയമില്ല, അവൻ നിത്യമായിട്ടുള്ള നരകാഗ്നിയും ശാപവും അനുഭവിക്കേണ്ടി വരും കേട്ടോ എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. യുദ്ധത്തിൻ്റെ മുതലുകളുടെ ഭാഗമാണെന്ന് കരുതിയിട്ട് ചിലർ അദ്ദേഹത്തിൻ്റെ ഉത്തരീയം പിടിച്ചെടുത്തു. അതിൽ അദ്ദേഹത്തിന് ദേഷ്യമുണ്ടായി. ആ സമയത്താണ് അദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞത്. നിത്യനരകത്തിൻ്റെയും നരകാഗ്നിയുടെയും ശാപത്തിൻ്റെ കഥകൾ പറഞ്ഞത്.
എൻ്റെ ആ ഉത്തരീയം എനിക്ക് തിരിച്ചു തരൂ കൂട്ടരെ, അതാണ് പറഞ്ഞത്. നിങ്ങളെല്ലാം എടുത്തുകൊള്ളുക, 5-1 എടുത്തുകൊള്ളുക, ആ ഉത്തരീയം എൻ്റേതാണ്, അത് എനിക്ക് തിരിച്ചു തരിക. തിരുമേനി അവരോട് അങ്ങനെ പറഞ്ഞു. തിഹാമയിലെ വൃക്ഷങ്ങളുടെ അത്ര മൃഗസമ്പത്തുണ്ടെങ്കിൽ പോലും അത്രയും വലുതായിട്ടുള്ള മൃഗസമ്പത്തുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് ഞാൻ ഭാഗിച്ചു തരുന്നതാണ്. എനിക്ക് വേണ്ട. എന്നെ നിങ്ങൾക്ക് ലുബ്ധനോ ഭീരുവോ വ്യാകുലനായിട്ട് കണ്ടെത്താനാവില്ല ഒരിക്കലും. ഇതുവരെ നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല, ഇനി കണ്ടെത്താനും പോകുന്നില്ല. ഞാൻ എന്തെങ്കിലും ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഓഹരിയിൽ നിന്നും, എൻ്റെ ഓഹരി 5-1 ഓഹരിയിൽ നിന്നാണ് ഞാൻ ദാനം ചെയ്തിട്ടുള്ളത്. വളരെയധികം കാലം തൻ്റെ കൊടിയ ശത്രുക്കളായിരുന്നവർക്കാണ് പ്രവാചകൻ തൻ്റെ പങ്കിൽ നിന്ന് അവരുടെ ഓഹരിയോടൊപ്പം നൽകിയിട്ടുള്ളത്. അബൂ സുഫിയാന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുത്രൻ മുആവിയ, ഹാരിസ് ബിൻ കലത, ഹാരിസ് ബിൻ ഹിഷാം, സുഹൈൽ ബിൻ അമ്ര, ഹുവൈത്വിബ് ബിൻ അബ്ദുൽ ഉസ തുടങ്ങിയ മക്ക വിജയാനന്തരം, മക്കയുടെ വിജയത്തിന് ശേഷം അതുപോലെ കൊടിയ ശത്രുക്കളായിരുന്നു. അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയണം. അബൂ സുഫിയാൻ, അബൂ ജഹൽ കഴിഞ്ഞ 2ാം സ്ഥാനമാണ് പ്രവാചകൻ എതിർത്തിരുന്ന കൂട്ടത്തിൽ. പക്ഷെ മക്ക വിജയത്തിന് ശേഷവും ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ ആകർഷകരായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന ഗോത്രത്തലവന്മാർക്ക്, പ്രധാനപ്പെട്ട ആളുകൾ, പ്രധാനികൾക്ക് 100 വീതം ഒട്ടകങ്ങൾ അദ്ദേഹം നൽകുകയുണ്ടായിട്ടുണ്ട്. അവർ താഴേക്കടയിൽ പദവിയുള്ള സാധാരണക്കാർക്ക് 50 വീതം ഒട്ടകങ്ങളെ നൽകി. അവർ 10ഓളം പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് തിരുമേനി വളരെയധികം ഉദാരനായിട്ടാണ് കാണപ്പെട്ടത്. ഇന്നലെ വരെ ശത്രുക്കളായിരുന്ന ആളുകൾ അവർ അദ്ദേഹത്തെ പുകഴ്ത്തി. വാസ്തവത്തിൽ അവരുടെ ഒരാവശ്യവും നബി തിരുമേനി പൂർത്തിയാക്കാതെ വിട്ടില്ല. അബ്ബാസ് ബിൻ മിർദാസിന് പ്രവാചകൻ കുറേ ഒട്ടകങ്ങളെ നൽകി. പക്ഷേ അദ്ദേഹം അതിൽ സംതൃപ്തനായില്ല. ചിലരങ്ങനെയാണ്, എത്ര കിട്ടിക്കഴിഞ്ഞാൽ അവർ സംതൃപ്തനാവില്ല. ഉയൈനയ്ക്കും അഖ്റയിനും തന്നേക്കാൾ പരിഗണന നൽകി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പരാതി. അതിൽ അദ്ദേഹം അബ്ബാസ് ആക്ഷേപസ്വരത്തിൽ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം അനുചരന്മാരോട് പറഞ്ഞു, അയാളുടെ നാവ് ഒന്ന് അടക്കുക, അയാൾ അത്യാഗ്രഹിയാണ്, ദുരാഗ്രഹിയാണ്, ദയവീത് അയാളുടെ നാവ് ഒന്ന് അടക്കുക. അങ്ങനെ തൃപ്തിയാവുന്നോളം അവർ അബ്ബാസിന് നൽകി അവരുടെ കയ്യിൽ നിന്ന്. അങ്ങനെ നാവ് അടങ്ങി. പിന്നെ അങ്ങനെ മിണ്ടാണ്ടായി. ഇതാണ് പൊതുവിശ്വാസികളുടെ നേർക്കുള്ള പ്രവാചകന്റെ സമീപനം. ഈ സമീപനം അൻസാറുകളുടെ ഇടയിലും ചർച്ചാ വിഷയമായി. മദീനയിലുള്ള ആളുകൾ പ്രവാചകന് ഹിജ്റ നിർവഹിച്ച് അവിടെ ചെല്ലുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ മുഹാജിറുകൾ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അൻസാറുകൾ, കൂട്ടുകാരെന്ന് പറയാം. പ്രവാചകന് എല്ലാ വിധത്തിലുള്ള സംരക്ഷണവും നൽകിയ ആളുകളാണ് അവർ. പ്രവാചകൻ പറഞ്ഞതെല്ലാം കേട്ട് ജീവിതത്തിന് സുഭദ്രത, ലാളിത്യമുണ്ടാക്കിയവരാണ് അവർ. ഒരു കൃത്യത, ഒരു ക്രമം ഉണ്ടാക്കിയ ആളുകളാണ് അവർ. പക്ഷെ പൊതുവിശ്വാസികളോടുള്ള പ്രവാചകന്റെ സമീപനം കണ്ട സമയത്ത് അത് അൻസാറുകളുടെ ഇടയിൽ മറ്റൊരു രീതിയിലാണ് സംസാര വിഷയമായത്. അവർ പരസ്പരം പരിചയപ്പെട്ടു. അവരുടെ പ്രശ്നം എപ്പോഴും നബി തിരുമേനി തങ്ങളിൽ നിന്ന് അകന്നു പോകുമോ, നബി തിരുമേനി മക്കയിൽ തന്നെ താമസിക്കുമോ? മക്കയിലാണല്ലോ നബി തിരുമേനിയുടെ ജന്മസ്ഥലം അതാണ്. ഇപ്പം മക്ക വിജയം കരഗതമാക്കി. മക്കയിൽ ഇനി അവിടെയുള്ള ഖുറൈശികൾ ആരും ഉപദ്രവിക്കാൻ വരില്ല. അദ്ദേഹം മക്കയിലെ രാജാവിൻ്റെ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. ഇനി മദീനയിലേക്ക് തിരിച്ചു വരുമോ? അത് ആദ്യത്തെ വേവലാതി. ഇപ്പോഴത്തെ വേവലാതി ഇവർക്ക് കാര്യങ്ങൾ കൂടുതൽ പൊതുവിശ്വാസികൾക്ക് അവർ ഉദാരമായിട്ട് അവർക്ക് കാര്യങ്ങൾ സംഭാവന ചെയ്ത് കണ്ട സമയത്ത് അവരുടെ സംശയം, അല്ല ഈ ദൈവദൂതൻ ഇനിയിപ്പോൾ അവരോടൊപ്പം കൂടുമോ? ദൈവദൂതൻ സ്വന്തം ഗോത്രക്കാർ അവരുടെ എന്താ ഇത്രയും സ്നേഹം കാണിക്കുന്നത്? അവർ സ്വന്തം ഗോത്രക്കാരുടെ ഒപ്പം തന്നെ കൂടിയോ? അൻസാറുകൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ സയ്യിദ് ബിൻ ഉബാദ അൻസാറുകളെ പിന്താങ്ങിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം ഈ സംസാരം പ്രവാചകനെ അറിയിച്ചു. അങ്ങക്ക് സ്വന്തം ഗോത്രക്കാരുടെ കൂടുതലായിട്ട് എന്തോ താല്പര്യമുണ്ടെന്ന് പലരും സംശയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അൻസാറുകൾ സംശയിക്കുന്നുണ്ട്. ഉടനെ തന്നെ പ്രവാചകൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, താങ്കളുടെ ഈ സംസാരിക്കുന്ന ആളുകളുണ്ടോ, താങ്കളുടെ ആളുകൾ, അവരെ ഇവിടത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. സയ്യിദ് അവരെ എല്ലാവരെയും വിളിച്ച് അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ ഹാജരാക്കി.
അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രവാചകൻ ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം നാക്കുകൊണ്ടല്ല സംസാരിച്ചത്, അവരോട് സംസാരിച്ചത് ഹൃദയം കൊണ്ടാണ് സംസാരിച്ചത്. ഹൃദയം കൊണ്ട് സംസാരിച്ച് അവരെ തോൽപ്പിക്കാനുണ്ടായത്. അൻസാർ സമൂഹമേ, പ്രവാചകൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അൻസാർ സമൂഹമേ, യുദ്ധമുതലുകളുടെ വിതരണത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അസംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട്, നിങ്ങളെല്ലാവരും അതിൻ്റെ ഒരു അസംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളിലേക്ക് വന്ന കാലഘട്ടം 7-8 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു മദീനയിലെ സ്ഥിതി? നിങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു? നിങ്ങളുടെ മുന്നേറ്റത്തിന് കൃത്യമായിട്ടൊരു പാതയുണ്ടായിരുന്നു. നിങ്ങൾ അബദ്ധ സഞ്ചാരമല്ലേ ചെയ്തിരുന്നത് ഇവിടെ? അല്ലെന്ന് പറയാൻ കഴിയുമോ? ആഹാരം, ഉറക്കം, പ്രജോത്പാദനം, ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു? പക്ഷേ ഞാൻ വഴി അള്ളാഹു നിങ്ങളെ നേർവഴിയിലാക്കിയില്ലേ? ഇല്ലേ? ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ ദരിദ്രരായിരുന്നു. നിങ്ങൾ എങ്ങനെ ധനം സ്വരൂപിക്കണം നിങ്ങൾക്കറിയില്ലായിരുന്നു. അങ്ങനെയുള്ള നിങ്ങളെ അള്ളാഹു സമ്പന്നന്മാരാക്കിയില്ലേ? പരസ്പരം ശത്രുക്കളായിട്ട് കടിച്ചു കീറുന്നവരായിരുന്നു നിങ്ങൾ. ഓർത്തു നോക്കുക. പണ്ടൊരു കാലഘട്ടത്തിലല്ല, ഇന്നലെ എന്നോണം വരെ. അങ്ങനെയുള്ള നിങ്ങളുടെ ഇടയിൽ ഞാൻ മുഖേന അള്ളാഹു, പരമകാരുണികനായിട്ടുള്ള അള്ളാഹു, ഒരു മാനസിക ഐക്യമുണ്ടാക്കി തന്നില്ലേ? ഇത്രയും കേട്ടപ്പോൾ അവർ പറഞ്ഞു, തിരുദൂതരെ, ഒന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. തീർച്ചയായിട്ടും പരമശക്തനും പരമകാരുണികനായിട്ടുള്ള അള്ളാഹുവും അവൻ്റെ ദൂതരായിട്ടുള്ള അങ്ങും ചെയ്ത ദൗത്യത്തിന്, ഔദാര്യത്തിന് ഞങ്ങൾ എന്നുമെന്നും കടപ്പെട്ടവരാണ്. അൻസാറുകൾ അത്രയും പറഞ്ഞു. തിരുമേനി ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയൂ, സത്യസന്ധമായിട്ടുള്ള മറുപടി പറയുമോ? തിരുമേനി ആരാഞ്ഞു. അവർ പറഞ്ഞു, തീർച്ചയായും പറയും. അള്ളാഹുവിൻ്റെ ദൂതരെ, എന്തു മറുപടിയാണ് അങ്ങ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഞങ്ങളുടെ സമസ്ത കടപ്പാടുകളും അള്ളാഹുവോടും അവൻ്റെ ദൂതരോടുമാണ്, അതിന് യാതൊരു സംശയവുമില്ല. അവരങ്ങനെ പ്രതിവചിച്ചു. പ്രവാചകൻ ഇപ്രകാരം തുടർന്നു, നിങ്ങളൊരു പക്ഷെ പറഞ്ഞേക്കും, സ്വജനങ്ങളാൽ അവിശ്വസിക്കപ്പെട്ട് മക്കയിൽ നിന്ന് വരുമ്പോൾ ഖുറൈശികൾ, നബി തിരുമേനി ഖുറൈശിയായിരുന്നു, ഖുറൈശികളാൽ അവിശ്വസിക്കപ്പെട്ട് നിങ്ങളുടെ അടുക്കലേക്ക് വന്ന സമയത്ത് ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചില്ലേ മുഹമ്മദേ, അലി തിരുദൂതരെ എന്ന് നിങ്ങൾ പറയും. നിർവീര്യനും തിരസ്കൃതനും അതിധീരനുമായിട്ട് വന്ന നിനക്ക് ഞങ്ങൾ അഭയവും സഹായവും ശുശ്രൂഷയും നൽകിയില്ലേ, വേണ്ടുവോളം നൽകിയില്ലേ എന്ന് നിങ്ങൾ പറയും. അത് നിങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയാണ്. അതിൽ ഒരു കടുകുമണിയോളം അസത്യമുണ്ടാവില്ല. ഞാൻ 100% സമ്മതിക്കുന്നു. അൻസാർ സമൂഹമേ, ഒരു കൂട്ടം ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ നിസ്സാരമായിട്ടുള്ള കുറച്ച് ഭൗതിക ദ്രവ്യം നൽകിയതിനാലാണോ നിങ്ങളിപ്പോൾ മനസ്താപപ്പെടുന്നത്? അവരുടെയൊക്കെയും പുതുവിശ്വാസികളുടെ വിശ്വാസ ദൃഢീകരണത്തിന് കുറച്ച് ഭൗതിക ദ്രവ്യം ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നുണ്ട്. അങ്ങനെയാണോ നിങ്ങൾ? പറയുക അൻസാർ സമൂഹമേ, നിങ്ങളുടെ വിശ്വാസം അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത വിധം സ്വച്ഛമാണ്, ബലിഷ്ഠമാണ് എന്ന് ഞാൻ കരുതുന്നു. ആ കരുതൽ തെറ്റാണോ? ഭൗതിക ദ്രവ്യത്തിൻ്റെ പേരിലാണോ നിങ്ങൾ അള്ളാഹുവെയും അവൻ്റെ തിരുദൂതനെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, അനുസരിക്കുന്നത്? അൻസാർ സമൂഹമേ, ജനങ്ങൾ ആടുമാടുകളുമായിട്ട് ജീവിതം തള്ളി നീക്കുന്ന സമയത്ത്, അവസാനിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതരുമായിട്ട് തിരിച്ചു പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എല്ലാവരും ആടുമാടുകളായിട്ടാണ് കൊണ്ടുപോകുന്നത്. ആടിനെ കൊടുത്തു, ഒട്ടകത്തെ കുറിച്ചു, കുതിരകളെ കുറിച്ചു, തരം കൊടുത്തു, അതുമായിട്ട് തിരിച്ചു പോകുന്നു. നിങ്ങൾ തിരിച്ചു പോകുന്നത് അള്ളാഹുവിൻ്റെ ദൂതരായിട്ടുള്ള ഞാനുമായിട്ടാണ്.
അതല്ലേ നിങ്ങൾക്കിഷ്ടം? അല്ല, അതല്ല നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടോ? നിങ്ങൾക്ക് ആടുമാടുകൾ മതിയോ? എന്നെ വേണ്ട എന്നാണോ? ഈ ഇരിക്കുന്ന മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ അവനാണ് സത്യം. ഹിജറ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാനും അൻസാറുകളിൽപ്പെട്ട ഒരാളാകുമായിരുന്നു. എൻ്റെ ജന്മം മക്കയിലാണ്. എൻ്റെ ജന്മം മക്കയിലാണ്, അത് സത്യമാണ്. എൻ്റെ ജന്മം മക്കയിലാണ് എന്നതൊഴിച്ചാൽ ഞാനും നിങ്ങളും തമ്മിൽ ഒരു ഭേദവുമില്ല. നിങ്ങൾ മദീനയിൽ ജനിച്ചവരും ഞാൻ മക്കയിൽ ജനിച്ചവരും. നിങ്ങൾ ഓർക്കുക അൻസാർ സമൂഹമേ, ജനങ്ങളെല്ലാം ഒരു വഴിയിൽ പ്രവേശിക്കുകയും അൻസാറുകൾ മറ്റൊരു വഴിയിൽ പ്രവേശിക്കുകയും ചെയ്താൽ തീർച്ചയായും ഞാൻ അൻസാറുകളുടെ പക്ഷത്തായിരിക്കും. അല്ലാഹുവേ, അൻസാറുകളുടെയും അവരുടെ സന്തതികളുടെയും അവരുടെ പരമ്പരകളുടെയും മേൽ കാരുണ്യ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. അൽഹംദുലില്ലാഹ്.